സിറിയൻ മണ്ണിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതിനെതിരെ സിറിയ ശക്തമായി പ്രതികരിച്ചു. പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന് സിറിയ താക്കീത് നൽകി. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുവാനും 1967 മുതൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഗോലാൻ കുന്നുകൾ മോചിപ്പിക്കുവാനുമുള്ള അവകാശം തങ്ങളിൽ നിക്ഷിപ്തമാണെന്നും സിറിയ മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിക്രിയ ചെയ്യുവാനുള്ള തങ്ങളുടെ അവകാശം യുക്തമായ രീതിയിൽ വിനിയോഗിക്കുമെന്നും സിറിയ വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണങ്ങൾ കൂടുതലും ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും തക്ഫീരി ഭീകരരെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന പോരാളികളെയുമാണെന്ന് സിറിയ ഓർമ്മപ്പെടുത്തി. സിറിയൻ അതിർത്തി കടന്ന് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത വ്യോമാക്രമണങ്ങൾ ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. സിറിയയിലെ ഇറാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ആക്രമണം നടത്തിയത് എന്നാണ് വാർത്ത. ആക്രമണങ്ങളെ നഗ്നമായ അതിക്രമം എന്ന് സിറിയ ആരോപിച്ചപ്പോൾ ഗുരുതര കുറ്റകൃത്യമെന്നാണ് ഇറാൻ പ്രതികരിച്ചത്. 18 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ വ്യോമാക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. പരിക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമാണ്. ഗാസ യുദ്ധഭൂമിയിൽ വഴിമുട്ടി നിൽക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഈ ആക്രമണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണ്. എല്ലാ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ അയൽ രാഷ്ട്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിറിയയിലെ ആയുധ ഫാക്ടറികളിൽ നിന്നും രാസായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. വടക്കു പടിഞ്ഞാറൻ ലെബനന്റെ ഭാഗത്തു നിന്നും വന്ന ഇസ്രായേൽ തങ്ങളുടെ ഏതാനും സൈനിക താവളങ്ങളെ ആക്രമിച്ചുവെന്ന് സിറിയൻ ന്യൂസ് ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 8:30 ആക്രമണം അഴിച്ചുവിട്ടത്. ചില മിസൈലുകളെ സിറിയൻ വ്യോമ പ്രതിരോധ സംവിധാനം വഴി തകർത്തതായും അവർ വെളിപ്പെടുത്തി. സിറിയയിലെ മസ്യാഫിന് സമീപമുള്ള പ്രദേശത്ത് രാസായുധ നിർമ്മാണ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ നൽകിയ വിവരമനുസരിച്ച് ആ ഫാക്ടറികൾ തകർക്കുക എന്നതാണ് ആക്രമണത്തിന്റെ ലക്ഷ്യം എന്നാണ് മനസ്സിലാവുന്നത്. 2013 സിറിയയിലെ ഡമാസ്കസ് ജില്ലയിൽ ഗൗത്ത പ്രദേശത്തെ റിബലുകളെ അടിച്ചമർത്തുവാൻ വേണ്ടി അന്നത്തെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിൻ രാസായുധം പ്രയോഗിക്കുകയും 1800ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 ഇസ്രായേൽ ഈ പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിറിയയുടെ കയ്യിൽ നിന്നും ഈ രാസായുധങ്ങൾ ഹിസ്ബുള്ളയുടെ കൈകളിലെത്തിയാൽ അത് ഇസ്രായേലിനുണ്ടാക്കാവുന്ന വൻ ഭീഷണിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. സമാനമായ രീതിയിൽ 1981 ഇറാഖ് അണുവായുധം നിർമ്മിക്കുവാൻ പദ്ധതിയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ബാഗ്ദാദിനടുത്തുള്ള ന്യൂക്ലിയർ റിയാക്ടർ ഇതുപോലൊരു വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ തകർത്തിരുന്നു. ഇതിനെ ഓപ്പറേഷൻ ബാബിലോൺ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതേ രീതിയിൽ 2007 സിറിയയിൽ യൂഫ്രട്ടീസിലെ അൽ കുബാർ ന്യൂക്ലിയർ റിയാക്ടറിന് നേരെയും വ്യോമാക്രമണം ഉണ്ടായിരുന്നു. ഈ ആക്രമണങ്ങൾ തങ്ങളാണ് നടത്തിയതെന്ന് പിന്നീട് 2018 ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു. അതേസമയം UK ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ യുദ്ധവിരുദ്ധ ഒബ്സർവേറ്ററി വിഭാഗം ഈ ആക്രമണത്തെ വലിയ അതിക്രമം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 14 മിസൈലുകൾ വർഷിച്ച ഈ ആക്രമണത്തിൽ
13 ഇറാൻ അനുകൂല സിറിയൻ ഇന്റലിജൻസ് പ്രവർത്തകരും 4 സൈനിക ഉദ്യോഗസ്ഥന്മാരും 5 സാധാരണ ജനങ്ങളുമാണ് കൊല്ലപ്പെട്ടത്. മുസിയാഫിലെ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ ഇറാൻ അനുകൂല ആയുധ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ആയുധങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന സംശയത്തിലാണ് ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയതെന്നാണ് മനസ്സിലാവുന്നത്. അതേസമയം ആക്രമണങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടായെന്നും നിരവധി പാർപ്പിടങ്ങൾ തകർന്നുവെന്നും ഹൈവേക്കടിയിലൂടെ പോകുന്ന ഫൈബർ ഓപ്റ്റിക്കൽസ് കേബിളുകളും ഹൈ വോൾട്ടേജ് വൈദ്യുതി ലൈനുകളും ഉൾപ്പെടെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും സിറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഷോർട്ട് മീഡിയം റേഞ്ചുകളിലുള്ള മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ 6 വർഷങ്ങളായി സിറിയയിലെ ശാസ്ത്ര ഗവേഷണ മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അഥവാ SOHR വ്യക്തമാക്കിയത്. രാസായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാന സൈനിക ഗവേഷണ കേന്ദ്രത്തിന് നേരെ പലതവണ ആക്രമണങ്ങൾ നടന്നു എന്ന റോയിറ്റർ വാർത്താ ഏജൻസി പുറത്തുവിട്ട വാർത്തയെ സിറിയയുടെയും ഇറാന്റെയും ഇന്റലിജൻസ് വൃത്തങ്ങളുമായി ബന്ധമുള്ള ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസിയാഫിന് സമീപമുള്ള സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഒരു ശാഖ രാസായുധ കൺവെൻഷനെ ലംഘിച്ച് രാസായുധങ്ങൾ നിർമ്മിക്കുന്നതായി പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങളെ സിറിയൻ സർക്കാർ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ വിദേശ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തങ്ങൾ പ്രതികരിക്കാറില്ല എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. SOHRന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷാരംഭം മുതൽ 64 തവണ സിറിയയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി ആയുധ ഡിപ്പോകളും വാഹനങ്ങളും ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 140 കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതിന് തിരിച്ചടിയായി ഇറാന്റെ 300ഓളം മിസൈലുകൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് അന്ന് ഇറാനെ പ്രതിരോധിച്ചത്. സിറിയയിലെ ഇറാൻ സൈനിക താവളങ്ങളെ ആക്രമിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെടുമ്പോൾ പ്രകോപിതമാകുന്ന ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുകയാണെങ്കിൽ വഴിമുട്ടി നിൽക്കുന്ന ഗാസ യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിടാമെന്ന പ്രതീക്ഷയിലായിരിക്കും നെതന്യാഹു സിറിയയെ ആക്രമിച്ചത്. ഗാസയിൽ വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തി ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ ജനത ഒന്നടങ്കം തെരുവിലിറങ്ങിയ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിടുവാനുള്ള ശ്രമമാണ് നെതന്യാഹു ഇപ്പോൾ നടത്തുന്നത് എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. അതേസമയം ഹിസ്ബുല്ലയ്ക്ക് സിറിയ വഴിയുള്ള ഇറാന്റെ സൈനിക സഹായങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്നതുമാണ് ലക്ഷ്യം. 14 ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ തിരിച്ചടിക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ തിരിച്ചടി ഹിസ്ബുല്ലയുടെ ശക്തമായ ആക്രമണത്തിലൂടെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത.